ഹലോ എവറി വൺ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ മുൻപ് എടുത്ത ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ടോപ്പിക്കുകൾ എത്തുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കൊരുപാട് കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കമ്മിറ്റി കാര്യങ്ങളും ഈ ചാപ്റ്ററിലും വരുന്നുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചർ, രജിസ്ട്രാർ അല്ലെങ്കിൽ ആ ഓഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ഇൻ കേരള, ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്, ഓഡിറ്റ്, കോപ്പറേറ്റീവ് ഓഡിറ്റാണ്. ദെൻ ഗവൺമെൻറ് ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഓൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഡി ഒഫീഷ്യലൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, റീകൺസ്ട്രക്റ്റിംഗ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പറയാനുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ഇൻ കേരള. അതായത് കേരളത്തിലറിയാം, ഇപ്പം നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ കോപ്പറേഷന് ഒരു സെപ്പറേറ്റ് ഒരു മിനിസ്റ്റർ ഉണ്ട് അല്ലേ, ഒരു മന്ത്രി ഉണ്ട്. ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത്, കോപ്പറേഷന് അല്ലേ. ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കോപ്പറേഷന് അല്ലേ. അപ്പം ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഹെഡ് ഉണ്ടാവും അല്ലേ. ആ ഹെഡിനെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹെഡിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ മറ്റ് ഓഫീസുകളിലായിട്ട് ആ ഹെഡിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും. അപ്പം അത്രയും കാര്യങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ കേരളയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഒരു ഹെഡ് ഉണ്ട്. ആ ഹെഡ് ആരാന്ന് എല്ലാവർക്കും അറിയാം. ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പം കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ, ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? രജിസ്ട്രാറാണ്. ഓക്കെ, രജിസ്ട്രാറെ സഹായിക്കാൻ വേറെ ഒരുപാട് ആളുകളുണ്ട്. അവരാരൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂ ഈസ് ഫ്രം IAS കേഡർ അല്ലേ. അതായത് ഒരു IAS കേഡർ എന്ന് വരുന്നുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ് ആര്? രജിസ്ട്രാർ അല്ലേ. IAS കേഡറിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആര്? രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രജിസ്ട്രാറാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. ഓക്കെ, അത് മനസ്സിലായില്ലേ. ഇനി പറയുന്നത് അറ്റ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അസിസ്റ്റഡ് ബൈ 4 അഡീഷണൽ രജിസ്ട്രാർ, 2 ജോയിൻറ്റ് രജിസ്ട്രാർസ് അല്ലേ. അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്ഥാനത്ത്, കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ്റെ ആസ്ഥാനത്ത് രജിസ്ട്രാറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്, 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. എന്താ പറഞ്ഞത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേഷനിൽ രജിസ്ട്രാർ അവിടെയാണ് ഇരിക്കുക അല്ലേ. ഒരു IAS ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞു, രജിസ്ട്രാർ ഏറ്റവും ഹെഡാണെന്നും പറഞ്ഞു. ആ രജിസ്ട്രാറിനെ ഹെൽപ്പ് ചെയ്യാൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്, 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. ഓക്കെ, 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്, 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. പിന്നെ പറയുന്നത് എ ലോ ഓഫീസർ, എ ഫിനാൻസ് ഓഫീസർ ആൻഡ് എ റിസർച്ച് ഓഫീസർ. ഏതൊക്കെയാണ്? ഒരു ലോ ഓഫീസർ ഉണ്ട്, ഫിനാൻസ് ഓഫീസർ ഉണ്ട്, റിസർച്ച് ഓഫീസർ ഉണ്ട്. ഓക്കെ, ഈച്ച് അഡീഷണൽ രജിസ്ട്രാർ ഈസ് ഇൻ ചാർജ് ഓഫ് 1 ക്രെഡിറ്റ് വിങ്, കൺസ്യൂമർ വിങ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ദെൻ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ICDP. അതായത് 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ടെന്ന് പറഞ്ഞല്ലോ. 4 അഡീഷണൽ രജിസ്ട്രാർമാരെ അവർക്ക് ഏതിൻ്റെയൊക്കെ ചുമതല എന്നാണ് പറയുന്നത്? 4 അഡീഷണൽ നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്, 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട്, കൂടാതെ ലോ ഓഫീസർ ഉണ്ട്, ഫിനാൻസ് ഓഫീസർ ഉണ്ട്, റിസർച്ച് ഓഫീസർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 4 അഡീഷണൽ രജിസ്ട്രാർമാരല്ല, 4 ആൾക്കാർക്കും കൂടി ഒരു അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം കൊടുക്കുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരു മേഖല കൊടുക്കുമോ? ഇല്ല. അപ്പോൾ 4 ആൾക്കും 4 മേഖലയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അഡീഷണൽ രജിസ്ട്രാറിന് എന്താ കൊടുത്തിട്ടുള്ളത്? ക്രെഡിറ്റ് വിങ്ങിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. രണ്ടാമത്തെ ആൾ കൺസ്യൂമർ വിങ്, മൂന്നാമത്തെ ആൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, നാലാമത്തെ ആൾ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ICDP. അപ്പം ഈ 4 അഡീഷണൽ രജിസ്ട്രാർമാർക്കും 4 വകുപ്പുകളാണ്, വകുപ്പുകളല്ല, 4 ഉത്തരവാദിത്തങ്ങളാണ്, അല്ലെങ്കിൽ 4 മേഖലയാണ് കൊടുത്തിട്ടുള്ളത് അല്ല. അവരുടെ ജോലി അവിടെ എന്ത് ചെയ്യാണ്? ഡിവിഷൻ ചെയ്തതാണ്. ഓക്കെ, ക്രെഡിറ്റ് വിങ്, ഒരാൾക്ക് ക്രെഡിറ്റ് വിങ്, അയാൾ ക്രെഡിറ്റ് വിങ്ങിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ ആൾ എന്താ? കൺസ്യൂമർ വിങ്. മൂന്നാമത്തെ ആൾ
ജനറൽ അഡ്മിനിസ്ട്രേഷൻ, നാലാമത്തെ ആൾ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ICDP. അപ്പം ഇതാണ് ഹെഡ് ക്വാർട്ടേഴ്സിലെ കഥ. ഓക്കെ, അഡീഷണൽ രജിസ്ട്രാർമാരുടെ കഥ. അപ്പം ഒന്നുകൂടി പറയാം, ഹെഡ് ക്വാർട്ടേഴ്സിൽ ആരുണ്ട്? രജിസ്ട്രാർ ഉണ്ട്. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്, 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. 4 അഡീഷണൽ രജിസ്ട്രാർമാർക്കും 4 ഉത്തരവാദിത്തങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ക്രെഡിറ്റ് എന്നും, കൺസ്യൂമർ എന്നും, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നും, ICDP. ഇത്രയാണ് അഡീഷണൽ രജിസ്ട്രാർമാർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എങ്ങോട്ട് വരാം? ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട് എന്ന് പറഞ്ഞല്ല അല്ലേ? ഔട്ട് ഓഫ് ദി 2 ജോയിൻറ്റ് രജിസ്ട്രാർസ് ഇൻ ഹെഡ് ഓഫീസ്, 1 ഈസ് ഇൻ ചാർജ് ഓഫ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരിൽ ഒരു ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്ത ഡ്യൂട്ടി എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്? മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റേ ആൾക്കോ ആൻഡ് അതർ ലുക്സ് ഇൻ ടു ദി മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. SC/ST സൊസൈറ്റീസിൻ്റെ ചുമതലയാണ് ഒരു ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സൊസൈറ്റീൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജോയിൻറ്റ് രജിസ്ട്രാർക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുള്ളത്. ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പം 4ഉം 2ഉം 6 ആൾക്കാർ ഫില്ലായി. 4 അഡീഷണൽ രജിസ്ട്രാർമാരും 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരും. 4 അഡീഷണൽ ക്രെഡിറ്റ്, കൺസ്യൂമർ, ജനറൽ, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് അല്ലേ? അപ്പോൾ അത് 4 ആൾക്കാർ ഇത് കഴിഞ്ഞു. പിന്നെ വരുന്നത് 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരാണ്. അവർക്ക് കൊടുത്തിട്ടുള്ളത്, ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, രണ്ടാമത്തെ ആളിന് കൊടുത്തിട്ടുള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. SC/ST സൊസൈറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കാം. മറ്റേ ആൾ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് രജിസ്ട്രാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രജിസ്ട്രാർക്ക് ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലകളിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒറ്റയാൾക്ക് ചിലപ്പം അത് ഇമ്പോസിബിൾ ആവും അല്ലേ? മുഴുവനായിട്ട് പ്രോപ്പറായിട്ട് ചിലപ്പം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ എന്നും ജോയിൻ്റ് എന്നും ഡെപ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ഓരോ ആളുകളെ സർക്കാർ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിവിഷൻ ഓഫ് വർക്കൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? നമുക്ക് ആ ജോലി ഒരു ബേർഡൻ ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഡിവിഷൻ ഓഫ് നമ്മൾ വർക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അല്ലേ? അപ്പം അത്ര മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നോക്കാനുള്ള, ബിസൈഡ്സ് ദി അബവ് ഓഫീസേഴ്സ് 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി ഇത് കൂടാതെ ഇപ്പം നമ്മൾ പറഞ്ഞു 4 അഡീഷണലും 2 ജോയിൻറ്റും പറഞ്ഞു. ഇത് കൂടാതെ എത്രയുണ്ട്? 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്. എത്രയുണ്ട്? 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ. അതേപോലെ 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 4 അഡീഷണൽ 2 ജോയിൻറ്റും പറഞ്ഞു. അതുകൂടാതെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. 1 റിസർച്ച് ഓഫീസർ ഫ്രം എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ റിസർച്ച് ഓഫീസർ ഉണ്ട്. റിസർച്ച് ഓഫീസർ എവിടെ നിന്ന് വരുന്ന ആളാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. നമ്മുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആളാണ് ആര്? റിസർച്ച് ഓഫീസർ. Then 1 editor cum press relation officer and 1 PA to registrar of cooperative societies are working at the headquarters. മാത്രമല്ല ഹെഡ് ക്വാർട്ടേഴ്സിൽ ആരൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? രജിസ്ട്രാർക്ക് ഒരു PA ഉണ്ടാവും, പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലേ? നമ്മുടെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാവും അല്ലേ? പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ടാവും. അദ്ദേഹം വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് 1 ദെൻ എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ, അത് എഡിറ്ററും ആണ്. ദെൻ PRO അല്ലേ? പ്രസ് റിലേഷൻ ഓഫീസറും അതുപോലെ രജിസ്ട്രാർ PAയും കൂടിയാണ് അല്ലേ? അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ദെൻ 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്കിംഗ് ഇൻ ദി ICDP സെക്ഷൻ. ദെൻ ICDP നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് അല്ലേ? അപ്പോൾ ആ സെക്ഷനിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എക്കണോമിക് ഓഫീസർ ഉണ്ട്, റിസർച്ച് ഓഫീസർ ഉണ്ട്, അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആളാണ്. പിന്നെ അതേപോലെ ഒരു എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ഉണ്ട്. പിന്നെ അതുപോലെ PAയും കൂടി ഉണ്ട്. ഇവരൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്. ഏത് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്? ICDP, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ കൂടെ ഉണ്ട്. അപ്പം മുകളിൽ പറഞ്ഞിട്ട് 4 അഡീഷണൽ 2 ജോയിൻറ്റും കൂടാതെ ഉള്ള 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്, 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. എന്തിന്? നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അല്ലേ? രജിസ്ട്രാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്, 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ഈസ് ഫങ്ഷനിങ് അറ്റ് ദി ഹെഡ് ഓഫീസ് ആൻഡ് മന്ത്ലി പബ്ലിക്കേഷൻ നെയിംലി സഹകരണ വീതി ഈസ് പബ്ലിഷ്ഡ് റെഗുലർലി ബൈ ദി ബ്യൂറോ. ദ എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ലീഡ്സ് ടു ദി ബ്യൂറോ. അപ്പം നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വീക്കിലി മീൻസ് ഒരു എന്താ പറയുക, കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വാരിക അല്ലേ, മീൻസ് ഒരു പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് സഹകരണ വീതി. അതിൻ്റെ ഹെഡ് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലേ, രജിസ്ട്രാറെ PA ആയിട്ടും വർക്ക് ചെയ്യുന്ന പബ്ലിക് റിലേഷൻ എഡിറ്റർ കം അല്ലേ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ സഹകരണ വീതിൻ്റെ പബ്ലിഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ എഡിറ്ററാണ്, അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഡ്യൂട്ടി. അദ്ദേഹമാണിത് ഈ കാര്യങ്ങൾ നയിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ സഹകരണ വീതിയൊക്കെ ഇടയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കുന്ന ഒരു മീൻസ് ഒരു ജേണൽ അല്ലേ, അതാണ് എന്ത് സഹകരണ വീതി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് ഈസ് മാൻഡ് ബൈ ദി സ്റ്റാഫ് ഫ്രം ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് ആരെ കൈകാര്യം ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വരുന്ന വ്യക്തിയാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വരുന്ന ആളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഇനി പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹെഡഡ് ബൈ ദി ഡയറക്ടർ ഹൂ ഈസ് ആൻ IAS or IAAS officer is engaged with audit of all cooperative institutions in the state. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ഓഡിറ്റ് എന്താണ്, കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണ്, ആരാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നൊക്കെ. അപ്പം എന്നാൽ ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട് അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു IAS ഓഫീസർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ IAAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IAS ഓഫീസർ ആവാം, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആവാം. ഓക്കെ, അവർക്കാണ് അതിൻ്റെ കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഇവർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് ഇനി ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ആരൊക്കെയുണ്ട്? അസിസ്റ്റഡ് ബൈ 1 അഡീഷണൽ ഡയറക്ടർ. ഒരു അഡീഷണൽ ഡയറക്ടർ ഉണ്ട്, ഒരു ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ട്, ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, 1 അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്, ആൻഡ് 7 ഓഡിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും ആളുകൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററെ സഹായിക്കാനുള്ള വ്യക്തികളാണ് അല്ലേ. അപ്പം നമ്മൾ ഓഡിറ്റ് എന്ന് പറഞ്ഞ് IAS ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ IAS ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു അഡീഷണൽ ഡയറക്ടർ ഉണ്ട്, ഒരു ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ട്, ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്, 7 കോപ്പറേറ്റീവ് ഓഡിറ്റർമാരുണ്ട്. ഇത്രയും ആളുകൾ ആരെ സഹായിക്കാനുണ്ട്? ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളാണ് ഇത്രയും പേര്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞ ഇൻ ഡിസ്ട്രിക്ട്സ് ദർ ആർ 2 വിങ്സ്. നമ്മുടെ ജില്ലാതലത്തിൽ നോക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത്. ഇനി നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്ട്രിക്ട് ദർ ആർ 2 വിങ്സ്. 2 മേഖല, 2 ഗ്രൂപ്പുകളാണ്, 2 വിങ് ആണുള്ളത്. ഏതൊക്കെയാണ്? ജനറൽ വിങ് ഹെഡഡ് ബൈ ജോയിൻറ്റ് രജിസ്ട്രാർ. ജനറൽ വിങ് ഫസ്റ്റത്തെ വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വിങ് ആണ്. ആ ജനറൽ വിങ്ങിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? ജോയിൻറ്റ് രജിസ്ട്രാർ. ദെൻ നെക്സ്റ്റ് ഉള്ളത് പറഞ്ഞാൽ ഓഡിറ്റ് വിങ് ആണ്. ഓഡിറ്റ് വിങ്ങിനെ ഹെഡ് ചെയ്യുന്നത് ഓഡിറ്റ് വിങ് ഹെഡഡ് ബൈ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓഡിറ്റ് വിങ്ങിനെ ഹെഡ് ചെയ്യുന്നത്. ജനറൽ വിങ്ങിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? ജോയിൻറ്റ് രജിസ്ട്രാർ ആണ് ഹെഡ് ചെയ്യുന്നത്. അത് ജില്ലാതലത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു ജില്ലയിൽ 2 വിങ്ങാണ് പ്രധാനമായിട്ടുള്ളത്, ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങും. ജനറൽ വിങ്ങിനെ ഹെഡ് ചെയ്യുന്നത് ജോയിൻറ്റ് രജിസ്ട്രാർ ആണ്. ഓഡിറ്റ് വിങ്ങിനെ ഹെഡ് ചെയ്യുന്നത് ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഓക്കെ, ഇനി താലൂക്ക് തലം നോക്കുകയാണെങ്കിൽ അറ്റ് താലൂക്ക് ലെവൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആൻഡ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഇനി താലൂക്ക് ലെവലിൽ എടുക്കുകയാണെങ്കിൽ അവിടെയും എന്താണ് ജനറൽ വിങ് ഉണ്ട്, ഓഡിറ്റ് വിങ് ഉണ്ട്. ജനറൽ വിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ് താലൂക്ക് ലെവലിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ് ജനറൽ വിങ്ങിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഓഡിറ്റ് വിങ്ങിൻ്റെ കാര്യങ്ങൾ താലൂക്ക് ലെവലിൽ കൈകാര്യം ചെയ്യുന്ന ആരാണ്? അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്.
ഓക്കെ, ഇതാണ് നമ്മുടെ കോപ്പറേറ്റീവ് ആ സ്ട്രക്ചർ, ഹെഡ് ക്വാർട്ടേഴ്സിലെ സ്ട്രക്ചർ, അതുപോലെ ജില്ലാ തലത്തിലെ സ്ട്രക്ചർ, താലൂക്കിലെ സ്ട്രക്ചർ. ഓക്കെ, ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ലൈസൺ ഓഫീസർ ആരാന്നാണ്. ലൈസൺ ഓഫീസർ ആൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അറ്റാച്ച്ഡ് ടു ദി ഓഫീസ് ഓഫ് ദി ജോയിന്റ് രജിസ്ട്രാർ Ernakulam is working as liaison officer in the office of the Advocate General to assist him in respect of cases related to cooperative societies filed before the Honorable High Court of Kerala. അല്ല, നമ്മൾ കേരള ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ല അഡ്വക്കേറ്റ് ജനറലിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലുള്ള ഒരു വ്യക്തിയാണ് ആര്, ലൈസൺ ഓഫീസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കേസുകൾ, ഹൈക്കോടതിയിലേക്ക് കേസുകൾ ഉണ്ടാവും അല്ലേ, അപ്പം കേസുകളെ അഡ്വക്കേറ്റ് ജനറലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ആര്, ലൈസൺ ഓഫീസർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ്, കേസുകൾ എന്ത് ചെയ്യുക, സഹായിക്കുക, അഡ്വക്കേറ്റ് ജനറലിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്താണ് ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അഡ്വക്കേറ്റ് ജനറലിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൈസൺ ഓഫീസറിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. നെക്സ്റ്റ് പറയാനുള്ളത് സർവീസസ് ഓഫ് 9 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഹാവ് ബീൻ റെൻഡേർഡ് free to the state cooperative union for working as a principal and lecturers respectively in the 9 cooperative training centers run by state cooperative union. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, കോപ്പറേറ്റീവ് യൂണിയന് കോളേജ് നടത്തുന്നുണ്ട്. എന്ത് കോളേജാണ് നടത്തുന്നത്? സഹകരണ ട്രെയിനിങ് പരിശീലന കേന്ദ്രം അല്ലേ, കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്. കോപ്പറേറ്റീവ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജുകൾ എന്ത് ചെയ്യുന്നത്, നടത്തിക്കൊണ്ട് പോകുക, റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ മുന്നേ പറഞ്ഞതാണ്, HDCO അല്ലെങ്കിൽ JDCO നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈഡ് ആവണം. HDC എന്ന് പറഞ്ഞാൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, JDC എന്ന് പറഞ്ഞാൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ BCom കോപ്പറേഷൻ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പം അല്ലെങ്കിൽ BSc കോപ്പറേഷൻ, അങ്ങനെ കുറച്ച് കോഴ്സുകളുണ്ട്. അപ്പം പ്രധാനമായിട്ട് HDC ആൻഡ് JDC. അപ്പം ഈ HDC ആൻഡ് JDC കോഴ്സാണ് കോപ്പറേറ്റീവ് കോളേജിൽ പ്രധാനമായിട്ട്, ട്രെയിനിങ് കോളേജിൽ പ്രധാനമായിട്ട് അവരെന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. HDC കോഴ്സും JDC കോഴ്സും. ഒരു കോപ്പറേറ്റീവ് മേഖലയിൽ ബാങ്ക് ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, പ്രൈമറി ആയിക്കോട്ടെ, ക്രെഡിറ്റ് ആയിക്കോട്ടെ, അപ്പെക്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പം HDC ആൻഡ് JDC ആണ് പ്രധാനമായിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് പരിഗണിക്കുക. ഒപ്പം BCom കോപ്പറേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് HDC JDCക്ക് ഈക്വലായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുണ്ട്. ഇവർ വർക്ക് ചെയ്യുന്നത് ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പൽമാരായിട്ടും അതേപോലെ ലെക്ചേഴ്സായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും അതേപോലെ 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരും അവരെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽമാരായിട്ടും ലെക്ചേഴ്സായിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജുകളാണ് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിലുള്ളത്. അതിൽ 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ അവിടെ പ്രിൻസിപ്പൽമാരായിട്ടും ബാക്കി 23 ആളുകൾ അവിടെ എന്തായിട്ടുണ്ട്, ലെക്ചേഴ്സായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് ഓഫീസേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കേഡർ ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ആർ വർക്കിംഗ് ഇൻ സെവറൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഡെപ്യൂട്ടേഷൻ ബേസിസ്. നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്യൂട്ടേഷൻ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റൊരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്യൂട്ടേഷൻ ബേസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡെപ്യൂട്ടേഷൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് വർഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യും, എന്നിട്ട് ആ ഡെപ്യൂട്ടേഷൻ കാലാവധി തീർന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ മാതൃജോലിയിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടെ ഫസ്റ്റ് ജോലി എന്താണോ അതിൽ തന്നെ അവരെന്ത് ചെയ്യും, തിരിച്ചു പോകും. അതാണ് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. താൽക്കാലികമായിട്ട് കുറച്ച് എന്ത് ചെയ്യുക, ഡെപ്യൂട്ടേഷൻ ബേസിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാതെ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, തിരിച്ച് പോകും. ഓക്കെ, അപ്പം ഡെപ്യൂട്ടേഷൻ ബേസിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ
ജോലി ചെയ്യുന്നുണ്ട്. ഇനി പറഞ്ഞത് വിജിലൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഇപ്പോൾ ഏതൊരു സംഭവമാണെങ്കിലും അവിടെ എന്തെങ്കിലും കറപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മീൻസ് എതിർക്കാൻ അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിങ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും വിജിലൻസ് വിങ് ഉണ്ടാവും അല്ലേ. അപ്പം അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് സർക്കാർ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അല്ലേ, അവിടെ വിജിലൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നത് അല്ലേ കുറ്റകരമാണെന്ന് പറഞ്ഞിട്ട് അവിടെ വിജിലൻസ് ഓഫീസറിൻ്റെ നമ്പറും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്, താലൂക്ക്, ദെൻ ലെവലിലുള്ള സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക് ലെവലിലുള്ള വിജിലൻസ് ഓഫീസേഴ്സിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലും എന്തുണ്ട് ഒരു വിജിലൻസ് വിങ് പ്രവർത്തിക്കുന്നുണ്ട്. എ വിജിലൻസ് വിങ് ഈസ് ഫംഗ്ഷനിങ് ഇൻ ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് വൺ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഈസ് ഇൻചാർജ് ഓഫ് ഇൻസ്പെക്ഷൻ ഇൻ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൾ ഓവർ ദി കേരള. അത് കേരളത്തിലുടനീളം വിജിലൻസ് വിങ്ങിൻ്റെ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചാർജ് കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർക്കാണ്. ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം കേരളത്തിൽ എവിടെയും. ഓക്കെ. ആൻഡ് ഓൾസോ ഡീൽസ് വിത്ത് എനി കംപ്ലയിൻറ്റ്സ് അഗെയിൻസ്റ്റ് ഓഫീസേഴ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. മാത്രമല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും അത് ഡീൽ ചെയ്യാനുള്ള അധികാരം ആ ഡെപ്യൂട്ടി രജിസ്ട്രാർക്കുണ്ട്. ആ ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് എന്തിൻ്റെ വിങ്? വിജിലൻസ് വിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഹെഡ്. ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ട് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ആൻഡ് ഇൻസ്പെക്ഷൻ സെൽ ഹെഡഡ് ബൈ 2 ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഇൻസ്പെക്ഷൻ സെല്ല് ഹെഡ് ചെയ്യുന്നത് 2 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ്. കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻസ്പെക്ഷൻ മെയിൻലി ഇൻ അപ്പെക്സ്, സെൻട്രൽ ആൻഡ് അർബൻ ബാങ്ക്സ്. ഓൾസോ കംപ്ലയിൻറ്റ്സ് അഗൈൻസ്റ്റ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലുമുള്ള പരാതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്യോഗസ്ഥരെ പറ്റിയുള്ള പരാതികളൊക്കെ അന്വേഷിക്കാനാണ്, ഇൻസ്പെക്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് വിജിലൻസ് വിങ് ഉള്ളത്. അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ്. ഓക്കെ, ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ് വിജിലൻസ് വിങ്ങിൻ്റെ ഹെഡ്. വിജിലൻസ് വിങ്. ഓക്കെ. ഇനി നമുക്ക് പറഞ്ഞ് കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസ് ഉണ്ട്. കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജിലൻസ് ഓഫീസ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് കേസസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ, കറപ്ഷൻ, മേജർ ഇറഗുലാരിറ്റീസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ള ഇറഗുലാരിറ്റീസും അതേപോലെ കറപ്ഷൻസും അതുപോലെ മിസ് അപ്രോപ്രിയേഷൻസും അല്ലേ ഒരുപാട്. ചില ആളുകൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവാം, ചില ആളുകൾ അഴിമതി കാണിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അവിടെ നമ്മുടെ ആക്റ്റും റൂളും ബൈലൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവാം അല്ലേ. അപ്പം കാര്യങ്ങളൊന്നും അപ്രോപ്രിയേറ്റ് അല്ലേ യഥാക്രമം ചെയ്യുന്ന ആളുകളായിരിക്കില്ല ചിലർ പ്രോപ്പറായിട്ടൊക്കെ അതിൻ്റെ വേയിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ആളുകളാവാം. അപ്പം എന്തായാലും ഒരു വിജിലൻസ് ഓഫീസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ട്. ഓക്കെ. അപ്പം അവരുടെ വിജിലൻസ് ഓഫീസിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക. അവർക്ക് എന്തെങ്കിലും കേസ്, അതായത് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക എന്നുള്ളതാണ് വിജിലൻസ് ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ DIG ഓഫ് പോലീസ് അല്ലേ. DIG ആണ് അല്ലേ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒരു IPS ഉദ്യോഗസ്ഥനായ DIG ആണ് അതിൻ്റെ ഹെഡായിട്ട് ഉള്ളത്. ആ DIGനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 DYSPs ഉണ്ട്. ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റൻറ്റ് ഓഫ് പോലീസ് ഉണ്ട് അല്ലേ. 3 DYSPമാരുണ്ട്. അതേപോലെ 3 സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്. പിന്നെ അവരെ സഹായിക്കാൻ പോലീസ് കോൺസ്റ്റബിൾസ് ഉണ്ട് അല്ല. അപ്പോൾ വിജിലൻസ് ഓഫീസ് DIG ആണ്, IPS ഉദ്യോഗസ്ഥനാണ്, DIG ആണ് അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ DIGനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റുമാരുണ്ട്. അത് 3 DYSPമാരാണ്. ദെൻ പിന്നെ ഉള്ളത് 3 സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്. പിന്നെ അതേപോലെ അവരെ സഹായിക്കാൻ ആരുണ്ട്? പോലീസ് കോൺസ്റ്റബിൾസ് ഉണ്ട്. ഓക്കെ. നമുക്ക് പ്രധാനമായിട്ടും 3 സോണൽ ഓഫീസാണ് വിജിലൻസിനുള്ളത്. ഒന്നുള്ളത് ആലപ്പുഴയാണ്, രണ്ടാമത്തേത് തൃശ്ശൂരാണ്, മൂന്നാമത്തേത് കണ്ണൂരാണ്. അപ്പോൾ വിജിലൻസിന് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിജിലൻസ് വിങ്ങിന് പ്രധാനമായിട്ട് 3 ഓഫീസാണുള്ളത്. അത് ഒന്നുള്ളത് ആലപ്പുഴയാണ്, രണ്ടാമത്തേത് തൃശ്ശൂരാണ്, മൂന്നാമത്തേത് എന്താണ്? കണ്ണൂരാണ്. ഇനിയിപ്പോൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിജിലൻസ് ഓഫീസർ ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇപ്പോൾ വിജിലൻസ് ഓഫീസർ എന്നല്ല ആരായാലും രജിസ്ട്രാറിൻ്റെ കൺട്രോളിലായിരിക്കും. ഓക്കെ. അപ്പം ഓരോരുത്തർക്ക് ഹെഡ് കൊടുത്തതെന്നുള്ളൂ, എന്നാലും രജിസ്ട്രാറിൻ്റെ കൺട്രോളിലായിരിക്കും വിജിലൻസ് വിങ്ങും വിജിലൻസ് ഓഫീസറും വിജിലൻസൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഇനി പറയാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. നമ്മൾ സഹകരണ മേഖലയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഓക്കെ. ഫസ്റ്റ് വൺ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ.
കോപ്പറേറ്റീവ് ട്രൈബ്യൂണലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇസ് എ ഫംഗ്ഷനിങ് ആസ് ആൻ അപ്പലേറ്റ് അതോറിറ്റി ഓൺ ദി അവാർഡ്സ് ഡിസിഷൻ ഇഷ്യൂഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അല്ലേ. കോർട്ട് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സും ആർബിട്രേഷൻ കോർട്ടും ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ ഡിസിഷൻസും അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അല്ലേ. ദ ട്രിബ്യൂണൽ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഫ്രം എ പേഴ്സൺ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്. ഗവൺമെൻറ് ആണ് അപ്പോയിൻ്റ് ചെയ്യുക. അത് ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നില്ല. അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു പേഴ്സൺ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ആർബിട്രേഷൻ കോർട്ടും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യുന്ന മീൻസ് കാര്യങ്ങൾ ഫൈനൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനായിരിക്കും അതിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഹെഡഡ് ബൈ എ പ്രിസൈഡിംഗ് ഓഫീസർ ടു ഹിയർ ആൻഡ് ഡിസ്പോസ് ഓൾ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് കണക്റ്റഡ് വിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നോൺ മോണിറ്ററി പണപരമല്ലാത്തത് അല്ലേ, മീൻസ് പണമല്ലാത്തത് പണേതരമായിട്ടുള്ള നോൺ മോണിറ്ററി ആയിട്ടുള്ള എല്ലാ ഡിസ്പ്യൂട്ട്സും അല്ലേ, പരാതികൾ കേൾക്കാനും അതിനൊരു തീരുമാനം പറയുന്ന ഒരു അതോറിറ്റിയാണ്